പല സ്ഥലങ്ങളിലും വളരെ ഒന്നായിട്ട് കിടങ്ങ് കയറിയ മാതിരി പൊളിച്ചിട്ടിരിക്കുക. അതിലൂടെ വാഹനങ്ങൾ കുടുങ്ങിപ്പോകുന്നു. വാഹനങ്ങൾ കുടുങ്ങിപ്പോകുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകുന്നു. ഗതാഗതക്കുരുക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും അതുവഴി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന പെരിന്തൽമണ്ണക്കാർക്ക് ഏറെ ആശ്വാസമായ പ്രധാന റോഡാണ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ നിന്നും മണ്ണാർക്കാട് റോഡിനെ ബന്ധിപ്പിക്കുന്ന ഹൗസിംഗ് കോളനി റോഡ്. പെരിന്തൽമണ്ണ ടൗണിലെ പ്രധാനപ്പെട്ട റോഡായ ഈ റോഡ് കുറച്ചധികം മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ നിലയിലുള്ള ദുരവസ്ഥയിലാണ് കാണപ്പെടുന്നത്. 4 മാസമായി വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട ഈ റോഡിൽ സുഗമമായ യാത്ര നടത്തിയ യാത്രക്കാരാണ് ഈ ഒരു സമയത്ത് യാത്രാ ദുരിതം പേറി വലയുന്നത്. ചാനൽ 2 പ്രേക്ഷകരോടൊപ്പം മലപ്പുറം CITU ജില്ലാ സെക്രട്ടറി MM മുസ്തഫ കൂടെയുണ്ട്. എന്തായാലും കുറച്ചധികം കാലമായിക്കൊണ്ട് ഈ ഒരു പ്രദേശത്ത് തുടരുന്ന വലിയ രീതിയിലുള്ള ദുരവസ്ഥ, അധികാരികളുടെ ഈ ഒരു അനാസ്ഥയിൽ എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? തീർച്ചയായും വലിയ ദുരവസ്ഥയാണ് ഈ പ്രദേശത്തുകൂടെ യാത്ര ചെയ്തു പോകുന്ന ജനങ്ങളും രോഗികളും വിദ്യാർത്ഥികളും ഒക്കെ കഴിഞ്ഞ 3-4 മാസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ LDF ഭരിച്ചിരുന്ന കാലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് റബ്ബറൈസ് ചെയ്ത റോഡാണത്. ഈ കുളിർമലയിൽ നിന്ന് വരുന്ന മഴക്കാലത്ത് വരുന്ന വെള്ളം, ഉറവുവെള്ളം നിത്യേന ഒഴുകിപ്പോയിട്ട് പോലും വർഷങ്ങളായി അതിനൊരു പോറൽ പോലും ഏറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസം മുമ്പ് KSEBിയുടെ ഒരു കേബിൾ വർക്ക് എന്ന പേരിൽ ഊട്ടി റോഡിൽ നിന്ന് തുടങ്ങി ആശുപത്രി പടി എത്തുന്ന വരെയുള്ള റോഡാണിത്. ഊട്ടി റോഡിൽ നിന്ന് തുടങ്ങി കേബിൾ ഇടാൻ വേണ്ടി പൊളിച്ച് പല സ്ഥലങ്ങളിലും വളരെ ഒന്നായിട്ട് കിടങ്ങ് കയറിയ മാതിരി പൊളിച്ചിട്ടിരിക്കുക. അതിലൂടെ വാഹനങ്ങൾ കുടുങ്ങിപ്പോകുന്നു. വാഹനങ്ങൾ കുടുങ്ങിപ്പോകുമ്പോൾ ഗതാഗതക്കുരുക്കുണ്ടാകുന്നു. ഗതാഗതക്കുരുക്ക് വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും അതുവഴി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉടനെ കാണണമെന്നാണ് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം CITUവിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന മുനിസിപ്പൽ ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ്റെ മുനിസിപ്പൽ സമ്മേളനം കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നടന്നിരുന്നു. ആ സമ്മേളനത്തിൽ ഇത് ഗൗരവമായി ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രമേയം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മുനിസിപ്പൽ അധികൃതർക്ക് ഒരു പരാതി എന്ന രൂപത്തിൽ നാളെ രാവിലെ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് മുനിസിപ്പൽ അധികൃതരാണ് ഇതിനെ ശ്രദ്ധ ചെലുത്തേണ്ടത്. അത് മാത്രമല്ല, പുതിയ ഭരണം അവർ ഏറ്റെടുത്തപ്പോൾ അവർ ആദ്യത്തെ പറഞ്ഞത് എല്ലാ ബൈപ്പാസ് റോഡുകളും ചെറിയ റോഡുകളും ഒക്കെ കുറ്റമറ്റ രീതിയിൽ പണിയെടുത്തുകൊണ്ട് ഗതാഗത യോഗ്യമാക്കുന്നു. ഇത് 4 മാസം ആയി ഇങ്ങനെ ഈ ദുരാവസ്ഥയിൽ ഈ റോഡ് കടന്നിട്ടും അതിനെതിരെ ഒരു വിരൽ പോലും അനക്കാൻ മുനിസിപ്പൽ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ഉടനെ ഇതിന് പരിഹാരം കാണുകയും വേണം എന്നാണ് CITU എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇത് CITUവിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഇതറിയാം. ജനങ്ങളൊക്കെ ദുരിതത്തിലാണ്. അപ്പോൾ ഇത് ജനങ്ങളുടെ കൂടി ഒരു വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുക. വാട്ടർ അതോറിറ്റിയുടെ വർക്കുമായി കുറച്ച് കുഴികളൊക്കെ അവർ എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കേബിൾ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തല മുതൽ മറ്റേ തല വരെ അത് കുഴിച്ച് ഇട്ടിട്ട് അവർ 4 മാസമായി ഇടയ്ക്കെപ്പോഴേലും 15 ദിവസം കൂടുമ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നല്ലാതെ അതും രാത്രിയൊക്കെ വന്നിട്ടാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് ഈ ദുരവസ്ഥക്ക് തീർച്ചയായും പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗരസഭയുടെ റോഡാണിത്. അതുകൊണ്ട് നഗരസഭയാണ് ഇതിൽ ഇടപെടുന്നത്. നഗരസഭ പെർമിഷൻ കൊടുക്കാതെ നഗരസഭ റോഡിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ആ രീതിയിലാണ് നഗരസഭ ഇടപെടാത്തത് കൊണ്ടാണ് സമയബന്ധിതമായി നഗരസഭ ഇടപെട്ട് ഇനിയെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നഗരസഭ അധികൃതരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഒരു സമയത്ത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിന്തൽമണ്ണ നഗരസഭയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് CITU നേതാക്കൾ ഉന്നയിക്കുന്നത്. ഈ ഒരു സമയത്ത് അധികാരികളുടെ അനാസ്ഥ പരിഹരിച്ചുകൊണ്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യമാണ് CITU നേതാക്കൾ ഒരേ സ്വരത്തിൽ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. ഇനി പഠനത്തോടൊപ്പം തൊഴിലും ഉറപ്പാക്കാം പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ. എഞ്ചിനീയറിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി, അധ്യാപക പരിശീലനം, MCVT കോഴ്സുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പഠന കോഴ്സുകളിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി പെർഫെക്റ്റ് ജൈത്രയാത്ര തുടരുന്നു. PSC അംഗീകൃത എഞ്ചിനീയറിംഗ് കോഴ്സുകളായ ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, AC, റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് എന്നിവയ്ക്കൊപ്പം 1 വർഷത്തെ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് കോഴ്സും NCVT അംഗീകൃത ഡ്രാഫ്റ്റ്മാൻ സിവിൽ,
ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ എലിമെന്ററി കോഴ്സിനൊപ്പം ഹിന്ദി, അറബിക് അധ്യാപക പരിശീലനവും ഇവിടെ നൽകി വരുന്നു. അത്യാധുനിക ലാബ് സൗകര്യങ്ങൾ, വിശാലമായ ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകരും പ്രായോഗിക പരിശീലനത്തിന് പ്രാധാന്യം നൽകുന്ന പഠന രീതികളും, കൂടാതെ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് 100% പ്ലേസ്മെന്റ് ഉറപ്പു നൽകുന്നു. പെർഫെക്റ്റ് ITI ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പട്ടിക്കാട്, പെരിന്തൽമണ്ണ.